ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആരുടെ അടുത്ത്. അച്ഛക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു പരിപാടി എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള, ഞാൻ കൊച്ചിനടുത്ത് ചോദിക്കേണ്ട കേസ്. ആദർശന് പറയാവോ? ഫുഡ് കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നിരുന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് എപ്പോഴും സന്തോഷിച്ച് ചെയ്യാൻ താല്പര്യമുള്ള പരിപാടി എന്താ? ഹാപ്പി ആയിട്ടിരിക്കാവുന്ന പരിപാടി അറിയോ? എന്താണ്? അറിയില്ല? ഒരു കുളു തരാം. ഒരു കുളു. അതൊക്കെ പിന്നെ അത് നല്ലൊരു സംഭവം തന്നെയല്ലേ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. എന്നിരുന്നാലും ഇഷ്ടപ്പെട്ട ഒരു പരിപാടി ആര്യ പറഞ്ഞു കഴിഞ്ഞാൽ ആര്യക്കൊരു ഗിഫ്റ്റ് തരാം. പുഴയിലുമുണ്ട്, കണ്ടത്തിലുമുണ്ട്, കലൂരും ഇല്ല. You are absolutely right, man. You are absolutely right. ഇത്രയും വലിയ പൊളു തന്നിട്ട് താൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ താൻ എന്തിട്ട് ചുക്കുണ്ടിയാ കേക്കണം? നീ ഇങ്ങനെ ചറവറ പറഞ്ഞോണ്ടിരിക്കല്ലേ? എന്തോ കുഞ്ഞുകുണ്ടി ഇല്ല, തരുള്ള ആദർശനാണ്. പക്ഷെ ആദർശന് വേറൊരു സാധനം മേടിച്ചു തരാം ഗിഫ്റ്റായിട്ട്. തനിക്കില്ലാട്ടോ? തനിക്ക് കാജലും ഇല്ല, ഒരു ഗിഫ്റ്റും ഇല്ല. തനിക്കൊരു പ്ലിക്ക് വാങ്ങിച്ചു തരാം. പ്ലിക്ക്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. അപ്പോൾ വിഷുവിന് മുമ്പ് ഏപ്രിൽ മാസത്തിൽ എല്ലാ സ്ഥലത്തും ചെമ്മീൻ കെട്ടുള്ള എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു പരിപാടിയാണ്. എന്താണെന്നല്ലേ? കെട്ടുകലക്ക്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത് വിഷുവായിട്ട്. അതാണ് നമ്മളുടെ ഇന്നത്തെ പ്രധാന ലക്ഷ്യം. അപ്പോൾ എല്ലാവർക്കും ട്രാവൽ ഫ്രെയിംസിലേക്ക് സ്വാഗതം. എന്തായി? വെള്ളം പറ്റണേ ഉള്ളല്ലേ? ഈ ചെറിയൽ മൊത്തം ഇത് പിടിച്ചല്ല, പുല്ലും അതൊക്കെ പിടിച്ചല്ല. ഈ രണ്ടും മഴ കൊണ്ട് ഇപ്പം തന്നെ ഇത്രയായ. അവരെപ്പോഴാ വന്നെ? ഓ ഇല്ല. അതാണ് രസത്തില്ല. അവന്മാരവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടാ കൈസ്. വലിയ കെട്ടിൽ ഇതാണ് നമ്മളുടെ വലിയ കെട്ട്. വലിയ കെട്ടിൽ തപ്പിപ്പിടിക്കാനായിട്ട് ഇറങ്ങി. വെള്ളം പറ്റുന്നേ ഉള്ളൂ. പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മീൻ നിൽക്കുന്നത് കണ്ടിട്ട് ചാടി പിടിക്കാനൊക്കെ പറ്റുള്ളൂ. കുറച്ച് നേരം കൂടെ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സമയം കണ്ടില്ലേ? സമയം 6:49 ആയിട്ടുള്ളൂ. അപ്പോൾ നോക്കട്ടെ. എന്തായാലും നല്ല മീൻ പിടിക്കാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് വന്നിരിക്കുന്നത്. മാമനപ്പോൾ ഇവിടെ വല നീട്ടിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സ്വന്തം കെട്ട് എന്ന് വേണം പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ വല നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്നുള്ള മീൻ പിടുത്ത വീഡിയോ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. മാമനിവിടെ തൊട്ടടുത്തുള്ള തൂമ്പിൽ വീശിയതാണ്. അപ്പോൾ ഇത് വീശി കഴിഞ്ഞിട്ട് ചെമ്പല് കിട്ടണം എന്നുള്ള പ്രാർത്ഥനയിൽ ഇറങ്ങിയതാണ്. പക്ഷെ ഒന്നും അനങ്ങിയിട്ടില്ല. വലയെടുത്ത് അങ്ങോട്ട് നീക്കുകയാണ്. അല്ല, നമ്മളുടെ തൂമ്പാണ്, അതായത് ചാലെന്ന് പറയുന്ന സാധനം. ഞാനിപ്പോൾ കരപ്പിൽ നിന്നാണ് വീഡിയോ എടുക്കണം. കണ്ടത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കണ്ടത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. നീന്തൽ വശമില്ലാത്ത പ്രശ്നം നോക്കണ്ടെന്ന് ഓർത്തു. ആണാ? ഓ, അവിടെയൊക്കെ അത്രയും താഴെ ഉണ്ടല്ലേ? അല്ല, ആ ചെസ്റ്റിൻ്റെ അത്രയും വരെ ഇതുണ്ട്, വെള്ളമുണ്ട്. ആണാ? ഓ, വല ഉടക്കിയിട്ടുണ്ടെന്നാ പറയണം. ആണാ? ആ അവിടെ തന്നെ കിടക്കും. ഓ ഓ, ഇപ്പൊ 5 മാസം കൂടിയിട്ട് വീശിക്കണല്ലേ? ആണല്ലേ? നേരത്തെ നമുക്കറിയാം. അതെ അതെ അതെ. ഈ അപ്പുറത്തെ നെറ്റിട്ടേക്കണ ആ കെട്ടിലൊക്കെ ആരൊക്കെയാണ്? വളർത്തണതല്ലേ? ആണല്ലേ? അതൊക്കെ എന്നാണ് ഹാർവെസ്റ്റ് ചെയ്യണവര്? ഓ, അതൊരു സ്വകാര്യ വ്യക്തിയാണ്. സ്വകാര്യ വ്യക്തിയാണ്. കംപ്ലീറ്റ് തിരിച്ച്
എടുത്തത്. ഓ, അതൊക്കെ ഒരു വർഷത്തേക്കാ അവര് വാങ്ങിക്കുന്നതൊക്കെ? അല്ല, അത് പുള്ളി ഫുള്ളായിട്ട് വാങ്ങിച്ച് ആ പ്ലോട്ട് വാങ്ങിച്ച്. അല്ല, പുള്ളി തരുന്നത്. ആ ഓ ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് പറഞ്ഞപ്പോൾ അത് കേരളത്തിൽ 10 പേരാ പുള്ളി അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു. ആണാ? ഓ, അത് ലക്ഷങ്ങളാണ് മുന്നേ ഇറക്കിയത്. ആണല്ലേ? ഈ വല ഈ പ്ലോട്ട് തിരിച്ച് JCB തന്നെ 3-4 മാസം കണ്ടിന്യൂസ് പണിയെടുത്തു. ആണാ? ഓ, ഡെയിലി അടിപൊളി. ഇത്രയും ഇതായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ ഒപ്പങ്ങളൊക്കെ ഇട്ട് നിർത്തി വെച്ചൊക്കെയാണ്. അതിൽ ചെമ്പല്ലിയും വലിയ മീനുകളൊക്കെ ആയിരിക്കും അല്ലേ? ഇല്ല, അവര് പിലോപ്പിയാണ് മെയിനായിട്ട് നോക്കിയത്. ആ ആദ്യം അതൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്തു. ഇപ്പൊ പക്ഷെ എന്തോ അയാളൊന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകണ്ടായിരുന്നു. ആണല്ലേ? അത് കഷ്ടമല്ല. തൂമ്പിൻ്റെ സൈഡിൽ തന്നെ ആ ഉണ്ട് വെള്ളം. ആണോ? പൊങ്ങിപ്പോവും. ആ, ഇതിപ്പോ നനഞ്ഞു കഴിഞ്ഞാലും ഇത് അവിടെ തന്നെ ഇരുന്നോളൂ. അതാ റീസാൻ ഇപ്പോൾ സ്റ്റോക്കിൽ വെച്ചിട്ട്. നല്ല കാര്യം. ഇതാണത് ഇവിടെ കാണാമോ? ഇതേ നോക്കി ഫിലോപ്പിയാണത്. ആ ഹാ ഹാ, അത് തിന്നാൻ വേണ്ടി എനിക്ക് ചേട്ടാൻ ഫിലോപ്പി പോയി. അതെ അതെ, വിശാപ്പാണ് പ്രശ്നം. അന്ന് പരമാവധി മേളം കഴിഞ്ഞിട്ട് പിന്നെ വേറെ വല്ലതും ഉണ്ടായിരുന്നോ? ആണോ? എവിടെ? ചമ്മനാട് എന്ന് പറഞ്ഞാൽ എരമല്ലൂരാ? ആണോ? ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയായിരുന്നു. ആ വൈക്കത്താ? ആണല്ലേ? ആണല്ലേ? ഓക്കെ ഓക്കെ. അതേ മുങ്ങിയിട്ടാ ആ വല ഉടക്കിയേക്കുന്ന കാരണേ പുള്ളിക്കാരൻ മുങ്ങി അതിനെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ നല്ല കിട്ടലും കിലോപ്പിയും കാണാം. നല്ല സൈസ് കിലോപ്പ്. ആ വെള്ളം ഇറങ്ങാതെ രക്ഷയില്ല. അങ്ങനത് കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണ്. കാണാനുള്ളൊരു ആകാംക്ഷ എനിക്ക് കൂടിക്കൂടി വരികയാണ്. അത് രക്ഷയില്ല. വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് പല തൂമ്പുകളിലും. വെള്ളം ഇറങ്ങിയാലേ ശരിക്കും ആ മീനെയൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ ഏറുകയുള്ളൂ. നല്ല മൊത്തം കണ്ണുകാട് നല്ല ഭംഗിയാണ്. ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി എന്ന് പറയുന്ന ലാലേട്ടൻ പറയുന്ന പോലത്തെ സംഭവമായി. കണ്ടൽക്കാടുകൾ എന്നും ഇതിനൊക്കെ ഭയങ്കര ഐശ്വര്യമുള്ളൊരു സംഭവം. കാരണം മീനുകൾ, കരിമീനുകൾ, എസ്പെഷ്യലി കരിമീനുകളൊക്കെ ആ കണ്ടൽക്കാടിൻ്റെ ഇടയിലൊക്കെ വന്നിരിക്കുന്നുണ്ടാവും. അവന്മാരുടെ ഒളിത്താവളങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ മറ്റേ നീട്ടുപോലെ നീട്ടിക്കഴിഞ്ഞാൽ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമീനൊക്കെ പൊന്തിയല്ല വലയിൽ കൊടുങ്ങും. ഇപ്പോൾ ഒന്നാം കരിമീന് കിലോപ്പി എവിടെ പോയി? ഒന്ന് വരുമോ? നിങ്ങൾക്കൊന്ന് കാണാനാണ്. നല്ല സൈസ് കിലോപ്പി. എന്തോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിച്ചു. പക്ഷെ ആ കണ്ട വലിയ വിലോപ്പിനെ കിട്ടുകാരുന്നു ഉണ്ടല്ലോ. ഇന്നത്തെ രാവിലത്തെ സമയം പൊളിയായിരുന്നു. ആണോ? അതെ അതെ. ഒരു 10 മണിയാകുമ്പോൾ കഴിയുമ്പോഴത്തേക്കും ശരിയാവും. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറയുമായിരിക്കും. ഇതിലില്ല, വടക്ക് കുറേ അവിടെ വെള്ളം കുറയുന്നുണ്ട്.
ആണോ? മറ്റേ നമ്മുടെ ഇപ്പൊ കറുപ്പൊന്നും കിട്ടാനില്ലല്ലോ പണ്ടത്തെ പോലെ. കറുപ്പൊക്കെ ഉണ്ടോ? വെള്ളം പറ്റാൻ വെള്ളം കലങ്ങണമായിട്ട്. ആണോ? ഇവിടെ സ്ലാബിന്റെ അടിയിൽ പുറത്തിറങ്ങി കിട്ടുന്നത്. ഇപ്പൊ തൂമ്പിൽ വെച്ചതിന് നമുക്ക് പല ഒക്കെ കിട്ടിയാണ്. ഇതൊന്നും സാധനം അത് ചിലവര് മൂങ്ങെന്ന് പറയും, കല്ലുടുമ്പെന്ന് പറയും, ചില തവള അങ്ങനെയൊക്കെ പറയും. നല്ല മീനാണല്ലേ ഇതേ? കാണാൻ നേരത്ത് ഇതിന്റെ ഭംഗിയൊന്നും ഉണ്ടാവൂല. ഇതിന്റെ തൊലി പൊളിച്ചെടുക്കണം, വാലിന്ന് വിളിക്കണം. വാലിന്ന് വിളിക്കാൻ നേരത്ത് നമ്മുടെ കോഴി ഇറച്ചില്ലേ, ബ്രോയിലർ, അതുപോലത്തെ ഫ്ലഷ് ആണ് ഈ സാധനത്തിന്. അടിപൊളി. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഈ വലിവ് ശ്വാസം മുട്ടുള്ള പിള്ളേർക്ക് ഈ സാധനം വറുത്ത് കൊടുക്കണം. നല്ല ബെറ്റർ സാധനം. ഇതിനെ കുറിച്ച് ആൾക്കാർക്ക് അറിയില്ല, കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ സാധനം കൊടുക്കാറില്ല. ഞാൻ കൊടുക്കൂല. അടിപൊളി കേട്ടോ. അപ്പൊ അതാണ് അതിന്റെ സാധനം. കണ്ടു കഴിഞ്ഞാൽ ഒരു ഐശ്വര്യക്കെട്ട് ഉണ്ടെങ്കിലും പക്ഷെ ആരോഗ്യപരമായിട്ട് വലിവ് മാം പറയില്ല, വലിവൊക്കെ ഉപയോഗിക്കുന്നതിന്, വലിവൊക്കെ മാറാൻ ഉപയോഗിക്കാനായിട്ട് വറുത്ത് കഴിക്കാൻ അടിപൊളിയാണ്. ഓ ചായ് ഹോ ഗയാ? അപ്പോൾ തൂമ്പിലൂടെ നിറയെ ആളുകൾ ഒന്ന് വീശുന്നുണ്ട് കേട്ടോ. പക്ഷെ വെള്ളം തുറന്നു വിട്ടിട്ടുള്ളൂ, പറ്റിയിട്ടില്ല. मछली दिखाई नहीं दे रहा, मछली है अंदर, आएगा. അവിടെയൊക്കെ നല്ല ആഴമുണ്ട്. തൂമ്പിൽ മൂട്ടുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തുറന്ന് വെച്ചിട്ടുണ്ട്. പറ്റിക്കഴിഞ്ഞിട്ടാണെങ്കിൽ അടിപൊളിയായിട്ട്. നേരത്തേക്ക് കൂട്ടേക്ക് പണ്ട് കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ തൂമ്പിൽ സൈഡിലൊക്കെ മോളിൽ വെള്ളം പറ്റുന്നതൊക്കെ കാണാൻ പറ്റും. തൂമ്പിൻ്റെ സൈഡിലൊക്കെ കാലം മാറിയതോടെ മീനുകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ ആളുകൾ വന്ന് ഒരുമിച്ച് അങ്ങോട്ട് വീശുമ്പോഴുള്ള ഒരു ഫീലുണ്ടല്ലോ, സൂപ്പറായിരിക്കും. അതൊറ്റ ക്ലിക്കിൽ കിട്ടണം. കിടലും ഫോട്ടോസും ആയിരിക്കും. ഇതിപ്പോൾ എത്ര രൂപക്കുള്ള ഉണ്ടാവും എല്ലാം കൂടി നിങ്ങളുടെ? 22,500 രൂപ ഉണ്ടല്ലേ കരിമീനായത് കണ്ട. ഇപ്പം 800 രൂപ എത്രയും കിലോ? ആണല്ലേ? അടിപൊളി. രാവിലെ തുടങ്ങിയ എഫേർട്ടല്ലേ. കരിമീൻ ഇന്നലെ വാങ്ങിച്ചു, ഞാൻ പിലോപ്പി നോക്കി വന്നത്. കുറവാണല്ലേ? കിട്ടിയായിരുന്നു. മറ്റേ ഗിഫ്റ്റ് പിലോപ്പിയ നാടൻ തന്നെ. കുറവാണ്. പേരൊക്കെ എങ്ങനെ നിങ്ങൾ സ്ഥിരം നീ ചെയ്യുന്നതല്ലേ നിങ്ങൾ? പേരെന്നാ? ശാലു.